ഈ വീട്ടിലെ ഞങ്ങൾ എല്ലാവരും നിനക്കൊരു പുച്ഛമായിരുന്നല്ലോ. ഇവളെയല്ലേ നീ റോൾ മോഡൽ ആക്കിയത്. അതിന്റെ ഇപ്പൊ കാണുന്നേ. എന്താ ഇത്? എന്തിനാ അബി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അബി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാ. ആർക്ക് വേണോടി നിന്റെ ഉറപ്പ്? ഇവൻ ചെയ്ത പോക്കിരിത്തരവേ നാട്ടുകാർ മുഴുവൻ കണ്ടു കഴിഞ്ഞു. ഇനി ഇവനൊരു നല്ല ജോലി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അന്തസ്സുള്ള ഏതെങ്കിലും പെൺപിള്ളേര് ഇവരെ കല്യാണം കഴിക്കാൻ തയ്യാറാവോ? ഇല്ലല്ലോ. നിർത്താഷി, ഇതൊന്നും പറയേണ്ട സമയം ഇതല്ല. ഇപ്പൊ നമ്മൾ അബിയോടൊപ്പം നിൽക്കുക വേണ്ടത്. ഓ, ഇമാതിരി കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കാനേ എന്നെ കിട്ടില്ല. അതിനൊക്കെ നിന്നെ പോലുള്ളവർക്കേ സാധിക്കൂ. ഞാൻ നിങ്ങളെയൊക്കെ കാല് പിടിച്ച് പറയാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ഒന്ന് വിശ്വസിക്കും. നീ ഒരുത്തൻ കാരണം നാണം കെട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. നിന്നെ പോലെ ഒരുത്തനെ പ്രസവിച്ചല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നാം. ചെറിയ എന്തിനാ ഈ പാവത്തിന് ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഈ സമയത്ത് നമ്മൾ അബിയോടൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത്. നിർത്തടി. നീ ഒരുത്തി ഇതിനൊക്കെ കാരണം നിന്റെ കൂടെ കൂടിയിട്ടാ ഇവന്റെ സ്വഭാവം ഇങ്ങനെ ആയത്. എന്താ ഇവിടെ ഒരു ബഹളം? കൊറേ നേരമായി ഞാൻ നിങ്ങളുടെ ബഹളം കേൾക്കുന്നു. ഒന്നും മിണ്ടണ്ടാന്ന് കരുതി ഓർത്തിരിക്കുമ്പോ നിങ്ങൾ കാതിരി വിടുകയാണോ? അമ്മ എന്തിനാ ഈ കാര്യത്തില് ഇവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ? ഓ, ഞാൻ ഇവന്റെ മുത്തശ്ശി ആയതുകൊണ്ട്. മുത്തശ്ശി, ഇവൻ ഈ കാര്യത്തിൽ നിരപരാധിയാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട്. ഈ വീട്ടിലുള്ള നിങ്ങൾ ഒന്ന് രണ്ടുപേരൊഴിച്ച് ബാക്കി എല്ലാവർക്കും അഭിയ വിശ്വാസ. പുറത്ത് നിൽക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇവിടെ ഇതിന്റെ പേരിൽ നാണം കിടുന്നത് ഞങ്ങളാ. ആളുകളോട് മറുപടി പറഞ്ഞു മടുത്തു. അതിനൊക്കെ കാരണം ഇവനല്ലേ? ഓ, നിങ്ങളോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എല്ലാവരെയും മുറിന്നൊന്ന് പുറത്തുപോയേ. അവൻ ഇവിടെ ഒറ്റക്കൊന്ന് ഇരുന്നോട്ടെ. എല്ലാരും പുറത്തു പോ. വാശി, നമുക്ക് പോവാം. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വാശി, വാ. ചെല്ല്, പോ. ചെറിയ എന്തെങ്കിലും ചെയ്യട്ടെ. മോനെ, മോൻ കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കും. അറിയാതെ വാ മോളെ, നമുക്ക് പോവാം.